അല്ല, ആ സമയത്ത് ഡോക്ടറെ കാണിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കാനോ അച്ഛൻ്റെ ആഗ്രഹം അതായതുകൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് അല്ലേ? അതെ. ഓക്കെ. താങ്കൾ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നിയിരുന്നോ? ഇല്ല സാർ, സമാധി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതൊന്നുമല്ല. ഇതിപ്പോൾ സമാധിയെക്കുറിച്ച് അനുജന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ആ പൂജാവിധി ഇപ്പോൾ സൂര്യ ടി വിയിലുള്ള പൊതുമന നമ്പൂതിരിയുടെ അടുത്ത് നിന്നാണ് അനിയൻ പൂജാകർമ്മങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഇതിന് ശേഷം താങ്കൾ പിന്നീട് എന്താ സംഭവിച്ചത്? കല്ലുകളൊക്കെ ചുറ്റും വെച്ചു, സമാധിയായെന്ന് അറിയുന്നു, കൈ ശ്വാസം വരുന്നില്ല എന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം ഈ ഋഷിപീഠത്തിന് ചുറ്റുമായിട്ട് നിങ്ങളൊരു സ്ലാബ് വെച്ച് അത് ഒരുക്കുന്നു. വൈകുന്നേരം വരെ നിങ്ങൾ അവിടെ പരിപാടികളൊക്കെ ചെയ്തു അല്ലേ? അങ്ങനെ പൂർണ്ണമായിട്ടും ഇല്ല സാർ. സ്ലാബ് മൂടുന്നതും എല്ലാം ഈ ഉടനടിയൊന്നുമല്ല. ഏകദേശം രാത്രിക്ക് ശേഷമാണ്. അത് 9:30 അത്രയും സമയം നിങ്ങൾ വേറെ ആരെയും അറിയിച്ചില്ലല്ലേ? പൂജാ കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങുന്നത്. സാർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാർ, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് ട്രസ്റ്റിൻ്റെ അംഗത്തിലേക്ക് ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ഇതിൽ നിന്ന് അവരുണ്ടായിരുന്നവരെയൊക്കെ ഞങ്ങൾ പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അവർ ഈ ക്ഷേത്രം ട്രസ്റ്റിന് വേണ്ടി ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ശത്രുതാ മനോഭാവമുണ്ട് എല്ലാവർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ഏക കാരണം നമ്മുടെ ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ തന്നെയാണ്. സാർ പറയുന്നത് കറക്റ്റാ കേൾക്കണം. കാര്യം പക്ഷെ ആ സമയത്ത് ഇപ്പൊ നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരാളും ആ നാട്ടിലില്ലേ? അഥവാ അച്ഛനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിശ്വാസികളായ ആരും ആ നാട്ടിലില്ലേ? സാർ, ഇതിൽ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ ഒരു വയൽ വരമ്പത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വയൽ വരമ്പത്താണ് ഇരിക്കുന്നത്. വീടുകളെന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് തീരെ അടുത്തൊന്നുമല്ല, ഇച്ചിരി ദൂരെയാണ് സാർ ഇരിക്കുന്നത്. ഞങ്ങൾ അവരെയൊക്കെ അറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെയാണ് എല്ലാവരും അറിയിച്ചിട്ടുള്ളത്. അതായത് ഇത് പൂർണ്ണമായിട്ടും മൂടിക്കഴിഞ്ഞതിന് ശേഷം അല്ലേ? അതെ. പക്ഷെ ഒന്ന് നേരത്തെ അറിയിക്കേണ്ടതായിരുന്നില്ലേ സനന്ദൻ? കാരണം അവർക്കൊക്കെ ഒന്ന് വന്ന് കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടുമായിരുന്നു. മാത്രമല്ല വാർഡ് മെമ്പർ BJP പ്രതിനിധിയാണെന്ന് തോന്നുന്നു അല്ലേ? അവരെയും അറിയിച്ചില്ല. അതെ സാർ, അവരെ ഞങ്ങൾ രാവിലെയാണ് അറിയിച്ചത്. അപ്പോഴേക്കും ഇതെല്ലാം മൂടി കഴിഞ്ഞിരുന്നു അല്ലേ? അതെ. ഈ നമ്മൾ പൾസൊക്കെ പിടിച്ച് നോക്കിയ സമയത്ത് അച്ഛന് ചെറിയ ശ്വാസമോ ജീവനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തിരിക്കും സനന്ദൻ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? താങ്കൾ എന്താ കരുതുന്നത്? സാറ് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സാറ് എന്തായാലും അച്ഛൻ ഇത് എന്തായാലും ഈ പൾസിലൊന്നും ഒരു അനക്കമില്ലായിരുന്നു അന്ന്. അല്ല, അത് സനന്ദനോ രാജസേനോ അത് തിരിച്ചറിയാനുള്ള ഒരു വൈദഗ്ധ്യം അതിനകത്ത് കിട്ടിക്കാണത്തില്ലല്ലോ. കാരണം നിങ്ങൾ വൈദ്യശാസ്ത്ര പഠനം ഡോക്ടറോ അതല്ലെങ്കിൽ അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ അറിയാം അല്ലേ? അപ്പോൾ ശ്വാസം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പക്ഷേ ഇനി ഈ മറ്റ് പ്രശ്നങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ മൂന്നുപേരും കൂടി ഉറപ്പിച്ചു. അതിലാണ് എനിക്കൊരു പ്രശ്നമുള്ളത് സനന്ദൻ. അതായത് ആളുകൾക്ക് സംശയം തോന്നുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതൊന്നും ഡോക്ടറെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് വിളിച്ചു വരുത്തുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അതാണ് ഒരു ആൾക്കാർക്ക് സംശയം. സാറിപ്പോൾ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഇതിലെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യം എന്ന് വേണം പറയാം. കാര്യം ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സാർ എനിക്ക് ആദ്യം കേൾക്കണം. കേട്ടാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പറഞ്ഞോളൂ. ഈ ക്ഷേത്രത്തിൻ്റെ സമാധി ആയതിനു ശേഷം ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനുള്ള പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം സാർ ഇത് അറിയണം. നേരത്തെ പറഞ്ഞ വഴിത്തർക്കമല്ലേ? അറിയണം. ജനങ്ങൾ ഇത് അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം.
സാർ വഴി തർക്കം എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിമിൻ്റെ വകയാണത്. നാഗരുടെ പ്രതിഷ്ഠ പൊളിച്ചു മാറ്റണമെന്ന് ഒരുപാട് പ്രാവശ്യം ഇത് സ്റ്റേഷനിലും ഇത് കോടതിയിലും കളക്ടർ ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി ക്ലോസ് ചെയ്തതിന് ശേഷം നിയമപരമായി അത് നേരിടണം. കാരണം അത് നിയമപരമായി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവകാശവും കേൾക്കണം. പക്ഷേ അല്ലല്ല, ഞാൻ അതിലേക്കല്ല വന്നത്, ആ വഴിത്തർക്കത്തിലേക്കല്ല ഞാൻ വന്നത്. നമ്മൾ സംസാരിക്കുന്നു, എനിക്കൊന്ന് ആർ വി ബാബുവും ഉണ്ട്, നമ്മുടെ പൊതുസമൂഹത്തിന് ഞങ്ങൾക്കും കൂടെ പറയാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഇത് തരണം. അല്ല, തീർച്ചയായിട്ടും തരാം നമുക്ക്. പക്ഷേ ഇതൊന്ന് പറഞ്ഞ് നിർത്താം. കാരണം ഈ മരണം നടക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ 3 കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന്, താങ്കൾ ആ സമയത്ത്, മരണം നടക്കുന്ന സമയത്ത് താങ്കൾ ഉണ്ടായിരുന്നില്ല, അഥവാ സമാധി അടയുന്ന സമയത്ത് ശ്രീ സനന്ദൻ അവിടെയില്ല. ശരിയല്ലേ? ആണ്. സനന്ദന് കൃത്യമായിട്ട് അറിയില്ല എപ്പോഴാണ് സമാധി ആയത്. രാജസേനനും അമ്മയും രാജസേനന്റെ വൈഫും മാത്രമാണ് ഉണ്ടായിരുന്നത്. താങ്കൾ വരുമ്പോഴേക്കും പൾസും ശ്വാസവും ഇല്ല. പക്ഷേ ഈ വിവരം ഒരു ഡോക്ടറിനെ കണ്ട് സ്ഥിരപ്പെടുത്താൻ, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടോ അല്ലെങ്കിൽ മറ്റാളുകളെ കണ്ടോ അത് ഉറപ്പുവരുത്തിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് താങ്കളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് ഇനിയും ഒരു സംശയം ഉണ്ടാകുന്നത്. ഒരു സ്വാഭാവികമായൊരു സംശയമാണ്. ഒരു അച്ഛന് അസുഖമാണ്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, സമാധിയാവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷേ എന്നാലൊരു ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.